പ്രിയ ഉദ്യോഗാർത്ഥികളെ, IBPS SBI പ്രൊബേഷൻ ഓഫീസർ പരീക്ഷകളുടെ ആപ്ലിക്കേഷൻ ക്ഷണിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാകാം. ഇതിലെ ജനറൽ അവെയർനെസ്സിൽ ഇത്തവണ വ്യക്തമായി അവർ പറഞ്ഞിട്ടുണ്ട്, ഫിനാൻഷ്യൽ അവെയർനെസ് ബ്രാക്കറ്റിൽ RBI ബുള്ളറ്റിൻസ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പരീക്ഷയുടെ പോക്ക് എങ്ങോട്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മളുടെ പഠന പദ്ധതിയിലും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തണം. RBI ബുള്ളറ്റിൻസ് എല്ലാം കൃത്യമായി വായിച്ച് അതുമായി ബന്ധപ്പെട്ട നോട്ടുകൾ. അപ്പോൾ അത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? ഞാനൊരു 50 ക്ലാസ്സുകളായിട്ട് ഫിനാൻഷ്യൽ അവെയർനെസ് വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു RBI ബുള്ളറ്റിൻസ് കവർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിലെ ഒരധ്യായം നമുക്കിന്ന് നോക്കാം. IBPS ഫിനാൻഷ്യൽ അവെയർനെസ് RBI ബുള്ളറ്റിൻ 003. TREDS, very important. It's an electronic platform that enables MSMEs to receive early payment against invoices raised on large buyers. ഞാനൊരു ചെറുകിട കച്ചവടക്കാരനായിരിക്കട്ടെ. ഞാൻ എൻ്റെ സാധനങ്ങൾ വിൽക്കുന്നു. അവരെനിക്കൊരു ട്രേഡ് ഇൻവോയ്സ് റേസ് ചെയ്ത് ഞാൻ സാധനങ്ങൾ വിൽക്കുന്നു. അവരെനിക്ക് പണം തരുന്നു. ഈ പണം എനിക്ക് വളരെ പെട്ടെന്ന് എൻ്റെ കൈകളിൽ എത്തിച്ചേർന്ന് മാത്രമേ എൻ്റെ ലിക്വിഡിറ്റി ഇമ്പ്രൂവ് ആവുകയുള്ളൂ. എനിക്ക് പണലഭ്യത വളരെ പെട്ടെന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് TREDS. It allows financiers, banks and NBFCs to bid and discount these invoices. ഞാൻ ഈ കൊടുത്ത സാധനത്തിന് അഗൻസ്റ്റായിട്ട് എനിക്ക് കിട്ടിയ റിസീവബിൾസ് അതെനിക്ക് ബാങ്കിൽ കൊടുത്ത് ഡിസ്കൗണ്ട് ചെയ്ത് വളരെ പെട്ടെന്ന് കാശ് കിട്ടും ഈ പ്ലാറ്റ്ഫോം വഴി. അപ്പോൾ എനിക്ക് എൻ്റെ പണലഭ്യത എളുപ്പമാക്കി. അതാണ് ഇതിനകത്ത് പാർട്ടിസിപ്പൻസ് ആരാണ്? MSME സെല്ലർ, ഞാൻ, എൻ്റെ കൊച്ചു കമ്പനി, അതാണ് സെല്ലർ, അതൊരു പാർട്ടിസിപ്പൻ്റാണ്. കോർപ്പറേറ്റ് ബയർ, എൻ്റെ കയ്യിൽ നിന്ന് സാധനം വാങ്ങിക്കുന്ന കോർപ്പറേറ്റ് ബയർ, വലിയ ബയർ. ഫിനാൻസിയർ, ബാങ്ക് അഥവാ NBFC, ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന മറ്റൊരാൾ. 3, ഈ പ്ലാറ്റ്ഫോം. ഞങ്ങളെല്ലാവരും വർക്ക് ചെയ്യുന്നത് ഈ പ്ലാറ്റ്ഫോമിലാണ്. ഈ പ്ലാറ്റ്ഫോം എനിക്ക് വളരെ പെട്ടെന്ന് പണലഭ്യത ഉറപ്പുവരുത്തും. എനിക്കൊരു ഡിസ്കൗണ്ടഡ് എമൗണ്ട് കിട്ടും. ഞാനൊരു 5 ലക്ഷം രൂപയുടെ സാധനമാണ് വിറ്റത്. അപ്പോൾ 5 ലക്ഷം രൂപയുടെ ഒരു ചെക്കാണ് എനിക്ക് കിട്ടുന്നതെങ്കിൽ ഞാൻ ഈ കൊടുത്ത ഇൻവോയ്സ്, ഞാൻ ഈ റേസ് ചെയ്ത ഇൻവോയ്സ് കൊടുത്തിട്ട് എനിക്ക് ഒരു ഡിസ്കൗണ്ടഡ് വാല്യൂ 5 ലക്ഷത്തിന് പകരം ബാങ്ക് ഒരു പക്ഷേ ഒരു ഡിസ്കൗണ്ട് ആയിട്ട് എനിക്ക് 4,99,000 രൂപ ആയിരിക്കും തരുന്നത്. അപ്പോൾ എനിക്കുള്ള ഗുണം എന്താണ്? 4,99,000 രൂപ എനിക്ക് പെട്ടെന്ന് എൻ്റെ കയ്യിലേക്ക് വന്നു. ഇനി എൻ്റെ കയ്യിൽ നിന്ന് സാധനം വാങ്ങിച്ചവർ പണം തരുന്നത് പിന്നെ ആയിരിക്കും, പക്ഷേ എനിക്ക് ഇമ്മീഡിയറ്റ്ലി എൻ്റെ കാശ് കിട്ടി. അപ്പോൾ MSME എന്ന നിലയ്ക്ക്, ഒരു ചെറുകിട സ്ഥാപനം എന്ന നിലയ്ക്ക് എൻ്റെ പണലഭ്യത വളരെ പെട്ടെന്ന് ഉറപ്പുവരുത്തുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് TREDS. വളരെ ഇമ്പോർട്ടൻറ്റ്. ഇത് ഈ അടുത്ത സമയത്ത് തുടങ്ങിയൊരു കാര്യമാണ്, വളരെ ഇമ്പോർട്ടൻറ്റ്. ബെനിഫിറ്റ്സ്: ഇംപ്രൂവ്സ് MSME's ലിക്വിഡിറ്റി. MSMEയുടെ പണലഭ്യത, ലിക്വിഡിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നു. റെഡ്യൂസസ് ഡിപ്പെൻഡൻസ് ഓൺ വർക്കിംഗ് ക്യാപിറ്റൽ ലോൺസ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ പണം ലഭ്യത പെട്ടെന്ന്, സാധനം വിറ്റു, ഇൻവോയ്സ് റേസ് ചെയ്ത് സാധനം വിറ്റു, പെട്ടെന്ന് പണലഭ്യത എൻ്റെ കയ്യിൽ ഉണ്ടാവുകയാണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ ലോൺസ് എനിക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് കൊടുക്കേണ്ട പലിശ ചെലവ് കുറയ്ക്കാൻ പറ്റും. കോമ്പറ്റേറ്റീവ് ബിഡിംഗ് റിസൾട്ട്സ് ഇൻ ലോവർ ഫിനാൻസിങ് കോസ്റ്റ്. ഞാൻ ബാങ്കിൽ നിന്ന് ഒരു വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ വഴി എടുക്കുന്നെങ്കിൽ ഫിനാൻസിങ്ങിൻ്റെ കോസ്റ്റ് ഉണ്ടാകും. ഞാൻ പണം വാങ്ങിക്കുമ്പോൾ ലോൺ കോസ്റ്റ് ഉണ്ടാകും, ഇൻട്രസ്റ്റ് കോസ്റ്റ് ഉണ്ടാകും, അത് കുറയ്ക്കാൻ പറ്റും. എൻ്റെ പ്രോസസ് ഇസ് ഡിജിറ്റൽ. ഈ പ്രോസസ്സ്, ഞാൻ ഇൻവോയ്സ് റേസ് ചെയ്യുന്നു, അത് TREDS പ്ലാറ്റ്ഫോം വഴി ബാങ്ക് എനിക്ക് പെട്ടെന്ന് ഡിസ്കൗണ്ട് ചെയ്ത് പണം തരുന്നു. ഈ പ്രോസസ്സ് എല്ലാം തന്നെ ഫുള്ളി ഡിജിറ്റലാണ്. അപ്പോൾ കാലതാമസം ഒഴിവാകുന്നു. TREDS does not provide loans directly. It facilitates invoice discounting. ഇൻവോയ്സ് ഡിസ്കൗണ്ട് ചെയ്ത് തരുന്ന ആരാണ്? ബാങ്കുകൾ അഥവാ NBFC ആണ്. TREDS ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ്. RBI has recently issued updated final directions to strengthen the functioning of TREDS and improve access to receivables financing for MSMEs. ഈ അടുത്ത സമയത്താണ് RBI വളരെ കൃത്യമായ നിർദ്ദേശങ്ങൾ കമേഴ്ഷ്യൽ ബാങ്കുകൾക്കും NBFCസിനും ഈ TREDSോട് ബന്ധപ്പെട്ട് നൽകിയത്. ഇനി ലീഡ് ബാങ്ക് സ്കീമാണ്. ഇതൊരു IBPSൻ്റെ എക്കാലത്തെയും ഒരു ഫേവറേറ്റ് ടോപ്പിക്കാണ്. ഒരു ജില്ലയ്ക്ക് ഒരു ബാങ്കിനെ അവരങ്ങ് ഡെസിഗ്നേറ്റ് ചെയ്യും. ഇതാണ് നിങ്ങളുടെ ലീഡ് ബാങ്ക്. കൊല്ലത്ത് ഇന്ത്യൻ ബാങ്കാണ് ലീഡ് ബാങ്ക്. തിരുവനന്തപുരത്ത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കാണ് ലീഡ് ബാങ്ക്. അപ്പോൾ ഒരു ജില്ലയ്ക്ക് ഒരു ലീഡ് ബാങ്ക്. അവരെന്താണ് ചെയ്യുന്നത്?
കോർഡിനേറ്റ് ബാങ്കിങ് ഡെവലപ്മെൻറ്റ്, ഈ പ്രദേശത്ത് മുഴുവൻ ബാങ്കിങ് എല്ലാ ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യുന്നു. ഇംപ്രൂവ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, എല്ലാവരെയും ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് എല്ലാവരിലേക്കും എത്തിച്ചേരുക, മറ്റ് ബാങ്കുകളെ കൊണ്ടും പാർട്ടിസിപ്പേറ്റിംഗ് ബാങ്കുകളെ കൊണ്ടും ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഇമ്പ്രൂവ് ചെയ്യിക്കുക. പ്രിപ്പയർ ഡിസ്ട്രിക്ട് ക്രെഡിറ്റ് പ്ലാൻസ്, ഓരോ മേഖലയിലും ലോണുകൾ ഏതൊക്കെ സെക്ടേഴ്സിലാണ് ചെല്ലേണ്ടത് ഇതൊക്കെ മനസ്സിലാക്കി അത് അതാത് മേഖലകളിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകളെ കൊണ്ട് ക്രെഡിറ്റ് ഉറപ്പുവരുത്തിക്കുക. മോണിറ്റർ ഗവൺമെൻറ് സ്പോൺസേഡ് സ്കീംസ്, ധാരാളം ഗവൺമെൻറ് സ്കീമുകൾ ബാങ്ക് വഴിയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, അതിനെയൊക്കെ കൃത്യമായി മോണിറ്റർ ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക. ഇതാണ് ലീഡ് ബാങ്ക് സ്കീം. ലീഡ് ബാങ്കിൻ്റെ റെസ്പോൺസിബിലിറ്റീസ്: കൺവീൻ ഡിസ്ട്രിക്ട് കൺസൾട്ടേറ്റീവ് മീറ്റിംഗ്, DCC മീറ്റിംഗ്സ് കൃത്യമായി നടത്തുക. കോർഡിനേറ്റ് വിത്ത് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ, ജില്ലാ അഡ്മിനിസ്ട്രേഷനുമായിട്ട് കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുക. മോണിറ്റർ പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്, പ്രയോറിറ്റി സെക്ടർ ഉദാഹരണം അഗ്രികൾച്ചർ, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, എക്സ്പോർട്ട്, ഇതൊക്കെയാണ് പ്രയോറിറ്റി സെക്ടർ. ഇതിനെയൊക്കെ കൃത്യമായി ആ ലെൻഡിങ് ഒക്കെ എല്ലാ ബ്രാഞ്ചുകളും ചെയ്യുന്നുണ്ടെന്നുള്ള ഉറപ്പുവരുത്തുക. പ്രൊമോട്ട് ബാങ്കിങ് പെനിട്രേഷൻ, എല്ലാവർക്കും ബാങ്കിങ് എത്തിച്ചേരുക, ഇതൊക്കെ ഉറപ്പുവരുത്തുന്നതാണ് ഈ പൊതുവിൽ ലീഡ് ബാങ്കിൻ്റെ റെസ്പോൺസിബിലിറ്റീസ്. ഇനി എക്സാം ക്വസ്റ്റ്യൻസ് ഒന്ന് രണ്ട് നമുക്ക് നോക്കാം. Which committee recommended lead bank scheme? This was recommended in 1969 by Gadgil Committee. RBI has recently updated operational guidelines relating to lead bank scheme. അത് കാലാകാലങ്ങൾ RBI ഈ ലീഡ് ബാങ്ക് സ്കീമൊക്കെ നവീകരിച്ചു കൊണ്ടേയിരിക്കും. പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് സർട്ടിഫിക്കറ്റ്സ്, PSLCs നോക്കാം. ഇൻസ്റ്റെഡ് ഓഫ് ലെൻഡിങ് ഡയറക്ട്ലി, ബാങ്ക്സ് ക്യാൻ ബൈ ഓർ സെൽ ലെൻഡിങ് ഓബ്ലിഗേഷൻസ്. എല്ലാ ബാങ്കുകൾക്കും പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് ഇത്ര കൊടുത്തിരിക്കണം. ടോട്ടൽ ബാങ്ക് ക്രെഡിറ്റിൻ്റെ ടോട്ടൽ ബാങ്ക് കൊടുക്കുന്നതിലുണ്ട് 40% പ്രയോറിറ്റി സെക്ടറിലായിരിക്കണമെന്ന് നിബന്ധനകളുണ്ട്. അപ്പോൾ ഏതെങ്കിലും ബാങ്കുകൾ 40% അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ 40% മുകളിൽ കൊടുത്ത ബാങ്കുകളുടെ നിന്ന് സർട്ടിഫിക്കറ്റ് പർച്ചേസ് ചെയ്യാം. അപ്പോൾ RBIയുടെ മുമ്പിൽ അവർക്ക് മുഖം രക്ഷിക്കാനാകും, ഞങ്ങൾ പ്രയോറിറ്റി സെക്ടർ കോട്ട ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്താനാകും. ഇതാണ് PSLC സർട്ടിഫിക്കറ്റ്. അഗ്രികൾച്ചർ, സ്മോൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സ്, മൈക്രോ എൻ്റർപ്രണേഴ്സ്, ജനറൽ PSL, ഇതൊക്കെയാണ് പൊതുവിലുള്ള പ്രയോറിറ്റി സെക്ടർ മേഖലകൾ. പർപ്പസ് എന്താണ്? ഹെൽപ്സ് ബാങ്ക് മീറ്റ് PSL ടാർഗറ്റ്സ് എഫിഷ്യൻ്റ്ലി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ ബാങ്കുകൾക്കും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കാലാകാലങ്ങളിൽ പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് ടാർഗറ്റ് നൽകും. അപ്പോൾ ടാർഗറ്റ് മീറ്റ് ചെയ്യാൻ പറ്റാത്ത ബാങ്കുകൾക്ക് ടാർഗറ്റ് നേടിയെടുക്കാൻ വേണ്ടിയാണ് ഇത്. ഡസ് നോട്ട് ട്രാൻസ്ഫർ ദി അണ്ടർലൈങ് ലോൺ അല്ല ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഒരു സർട്ടിഫിക്കറ്റാണ്. ഓൺലി ദ PSL അച്ചീവ്മെൻറ്റ് ഈസ് ട്രാൻസ്ഫേർഡ്. PSLൻ്റെ അച്ചീവ്മെൻറ്റാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ലോണുകളല്ല. ലോണുകൾ ഏത് ബാങ്കാണ് കൊടുത്തത് അത് തന്നെയാണ്. അത് പരസ്പരം ഒരു സർട്ടിഫിക്കറ്റ് ട്രാൻസ്ഫർ മാത്രമാണ് പോസിബിൾ. അപ്പോൾ ടാർഗറ്റ് മീറ്റ് ചെയ്യാനുള്ളൊരു മെക്കാനിസം എന്ന് കരുതിയാൽ മതി. ലോൺ റിമൈൻസ് വിത്ത് ദി ഒറിജിനേറ്റിംഗ് ബാങ്ക്. ആദ്യം ലോൺ കൊടുത്ത ബാങ്കുകൾ അവിടെ തന്നെ ആയിരിക്കും ലോണി ആയിട്ട് നിലനിൽക്കുന്നത്. ബാങ്കിങ് അവയർനെസ് ക്യാപ്സ്യൂൾ, ബേസ് റേറ്റ് MCLR. നിങ്ങൾ ബാങ്കിൽ ചെല്ലുമ്പോൾ, ഒരു ലോൺ എടുക്കാൻ ചെല്ലുമ്പോൾ നിങ്ങൾ എത്ര പലിശ കൊടുക്കണമെന്നത് സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു താല്പര്യമായിരിക്കും അറിയുന്നത്. അപ്പോൾ ബാങ്കുകൾ ആ റേറ്റ് ഫിക്സ് ചെയ്യുന്നത് ഒരു ബെഞ്ച് മാർക്ക് റേറ്റുമായി ബന്ധപ്പെടുത്തിയായിരിക്കും. ബേസ് റേറ്റിനേക്കാൾ ഇത്ര ശതമാനം, ഇപ്പോൾ ആണെങ്കിൽ അത് റെപ്പോ റേറ്റിനേക്കാൾ ഇത്ര ശതമാനം. അപ്പോൾ ആ ബേസ് റേറ്റ് എന്താണ്? ഒറിജിനലി ബേസ് റേറ്റ് MCLR. ഈ ബേസ് റേറ്റ് പഴയ റേറ്റാണ്, പഴയ കാലങ്ങളിൽ. ഇപ്പോൾ അതിന് ശേഷം വന്നൊരു സംഭവമാണ് MCLR. ഇപ്പോൾ അത് റെപ്പോ റേറ്റാണ്. റെപ്പോ റേറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ബാങ്കുകൾ ലോൺ കൊടുക്കുന്നത്. ബേസ്ഡ് ഓൺ ആവറേജ് കോസ്റ്റ് ഓഫ് ഫണ്ട്സ്, ബാങ്കുകൾ സമാഹരിക്കുന്ന ഡെപ്പോസിറ്റുകളുടെ ആവറേജ് കോസ്റ്റാണ് എടുത്തിരുന്നത്. എന്നാൽ ഇത് മാർജിനൽ കോസ്റ്റാണ് എടുക്കുന്നത് MCLR. റെപ്പോ റേറ്റ് മാറ്റുന്നതനുസരിച്ച് ഇക്കോണമിയിലുള്ള ഇക്കണോമിക് ട്രാൻസ്മിഷൻ അത് ഇവിടെ ബേസ് റേറ്റിൽ കുറവായിരുന്നു, ഇത് കുറേ കൂടി റെസ്പോൺസീവാണ്. എന്ന് പറഞ്ഞാൽ RBI റെപ്പോ റേറ്റ് കുറയ്ക്കുമ്പോൾ എത്ര ബെനിഫിറ്റ് ജനങ്ങളിലേക്ക് കുറഞ്ഞ ലോൺ നിരക്കിൽ ബാങ്കുകൾ കൊടുക്കുന്നു എന്നാണ് ഇക്കണോമിക് ട്രാൻസ്മിഷൻ, ഇൻട്രസ്റ്റ് റേറ്റ് ഇക്കണോമിക് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. അത് ഇവിടെ കുറവാണ്, ഇവിടെ കൂടുതലാണ്. എക്സിസ്റ്റിംഗ് ലോൺസ് മേ സ്റ്റിൽ ബി ലിങ്ക്ഡ്. ന്യൂവർ ലോൺസ് ലാർജ്ലി ഷിഫ്റ്റഡ് ടു ഫർദർ ബെഞ്ച് മാർക്സ്, എക്സ്റ്റേണൽ ബെഞ്ച് മാർക്സ്. ഇപ്പോൾ ഇത് പൊതുവിൽ MCLR വലുതായിട്ടില്ല എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് ഇത്രയും കാര്യങ്ങളുടെ ഈ ദിവസത്തെ ക്ലാസ്സിൽ നോക്കാം. ബെയറർ ചെക്ക്. ഒരു ചെക്കിലെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? പേ ടു ഡാഷ് ഓർ ബെയറർ എ സം ഓഫ് ₹10,000 ഓൺലി എന്നെഴുതി ആരാണോ ചെക്കിൻ്റെ ഡ്രോയർ, ഉടമസ്ഥൻ, അയാൾ ഒപ്പിടുന്നു. അപ്പോൾ പേ ടു ഡാഷ് ഓർ ബെയറർ. ബെയറർ എന്ന് പറഞ്ഞാൽ ബെയറർ ഇൻസ്ട്രുമെൻറ്റ്സിൽ ഒരു വ്യക്തിയുടെയും പേരുണ്ടാവില്ല.
ക്ലാസിക് എക്സാമ്പിൾ നമ്മുടെ ഇരിക്കുന്ന കറൻസി നോട്ട്. നമ്മുടെ ഇരിക്കുന്ന കറൻസി നോട്ടിൽ നിങ്ങളുടെയോ എൻ്റെയോ പേരില്ലല്ലോ, ആരുടെ കയ്യിലിരിക്കുന്നോ അവർക്കാണ് എൻ്റെ ബെനിഫിറ്റ്. അപ്പോൾ അതാണ് ബെയർ ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ ചെക്ക് എന്ന് പറയുന്നത് സ്വാഭാവികമായി ഒരു ബെയർ ഇൻസ്ട്രുമെൻ്റാണ്, അതിൽ ആരുടെയും പേരില്ല. ഇനി ഞാൻ പേ ടു മിസ്റ്റർ കുമാർ എന്നെഴുതി ബെയറർ കട്ട് ചെയ്യുകയാണെങ്കിലോ അത് ഓർഡർ ഇൻസ്ട്രുമെൻ്റായി. ഇനി ആ കുമാറിന് മാത്രമേ ബാങ്ക് പേ ചെയ്യുകയുള്ളൂ. ബെയർ ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിൽ ആർക്ക് വേണം കൊടുക്കും. ഞാൻ മിസ്റ്റർ കുമാറിന് ചെക്ക് കൊടുത്തു, കുമാറിന് പകരം വേറൊരാൾ ആ ചെക്കുമായിട്ട് പോലും ബാങ്ക് കാശ് കൊടുക്കും. കാരണം എഴുതിയേക്കുന്നത് പേ ടു കുമാർ ഓർ ബെയറർ, കൊണ്ടുവരുന്നവന് എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്നാൽ ആ ബെയറർ കട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഓർഡർ ഇൻസ്ട്രുമെൻ്റായി. ഇനി ക്രോസ് ചെയ്യുകയാണെങ്കിലോ ചെക്കിൻ്റെ ഏറ്റവും മുകളിൽ 2 വര വരയ്ക്കുന്നതാണ് ക്രോസിംഗ് എന്ന് പറയുന്നത്. ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാങ്ക് ഒരിക്കലും ക്യാഷായി പേ ചെയ്തില്ല, അക്കൗണ്ടിലൂടെ മാത്രമേ പേ ചെയ്യുള്ളൂ. അക്കൗണ്ട് പേ ചെക്ക് അതും ക്രോസ് ചെക്കും ഏതാണ്ട് ഒന്ന് തന്നെയാണ്. നമുക്ക് വ്യക്തമായ ഒരു ബാങ്ക് അക്കൗണ്ട് വേണമെങ്കിൽ അതിൻ്റെ നിർദ്ദേശിക്കാം. കുമാറിൻ്റെ കനറ ബാങ്ക് അക്കൗണ്ട് ഇന്നത് എന്ന് വേണമെങ്കിൽ നിർദ്ദേശിക്കാം. ഇനി പോസ്റ്റ് ഡേറ്റഡ് ചെക്ക്. ഇന്ന് നമ്മൾ ഓഗസ്റ്റ് 1, 2026 ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഞാനൊരു ചെക്ക് കൊടുത്തു ഓഗസ്റ്റ് 1, 2027 എന്നൊരു ചെക്ക് കൊടുക്കുകയാണെങ്കിൽ ആ ചെക്ക് 1 കൊല്ലം കഴിഞ്ഞേ വാലിഡ് ആവുള്ളൂ. അതൊരു പോസ്റ്റ് ഡേറ്റഡ് ചെക്കാണ്. സ്റ്റെയിൽ ചെക്ക് എന്ന് പറഞ്ഞാൽ 3 മാസത്തിന്, ഇന്ന് ഓഗസ്റ്റ് 1-ാം തീയതി ഞാൻ 31/3/2026 എന്നൊരു ചെക്ക് കൊടുക്കുകയാണെങ്കിൽ ഈ ചെക്കുമായി നിങ്ങൾ ബാങ്കിൽ ചെല്ലുമ്പോൾ ബാങ്ക് പറയും സോറി ഇതൊരു സ്റ്റെയിൽ ചെക്കാണ്, അതിൻ്റെ കാലാവധി കഴിഞ്ഞു. ചെക്കിൻ്റെ കറൻസി, ചെക്കിൻ്റെ കാലാവധി 3 മാസമാണ്. അപ്പോൾ 3 മാസം കഴിഞ്ഞുള്ളതാണ് സ്റ്റെയിൽ ചെക്ക്. സെൽഫ് ചെക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ എൻ്റെ ചെക്കിൽ നിന്ന് എൻ്റെ പേരെഴുതി പണം ഡ്രോ ചെയ്യുന്നതാണ് സെൽഫ് ചെക്ക് എന്ന് പറയുന്നത്. Model risk management. RBI has issued draft guidelines on model risk management, AI models, credit scoring models, fraud detection models, market risk models. ഈ പേരുകളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഈ ഗൈഡ് ലൈൻസ് കൊടുക്കേണ്ട കാര്യം എന്താണ്? ഇൻഡിപെൻഡൻറ്റ് മോഡൽ വാലിഡേഷൻ, പീരിയോഡിക് റിവ്യൂ, ഗവർണൻസ് ഓൺ മോഡൽ ഡെവലപ്മെൻറ്റ്, റെഡ്യൂസ്ഡ് റിസ്ക് ഫ്രം ഫോൾട്ടി ഓർ ബയാസ്ഡ് മോഡൽസ്. ദിസ് ഈസ് എൻ എമേർജിംഗ് ഏരിയ ദാറ്റ് മേ അപ്പിയർ ഇൻ ഡിസ്ക്രിപ്റ്റീവ് ഓർ മെയിൻസ് ക്വസ്റ്റ്യൻസ്. തൽക്കാലം അവിടെ ഇത് മെയിൻസുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യനൊക്കെയാണ് വരാവുന്നത്. ഡിസ്ക്രിപ്റ്റീവ് മോഡലൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു ഇൻഫർമേഷൻ മാത്രമാണ്. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട് നമ്മളുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദമായി പറഞ്ഞാണ്. വർഷത്തിൽ 2 തവണയാണ് സാധാരണഗതിയിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട് RBI പബ്ലിഷ് ചെയ്യുന്നത്. അത് ബാങ്കിങ് സെക്ടർ ഹെൽത്ത്, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികളുടെ അവരുടെ സെക്ടറിൻ്റെ ഹെൽത്ത്, ഫിനാൻഷ്യൽ മാർക്കറ്റ്, സിസ്റ്റമിക് റിസ്ക് അതായത് സിസ്റ്റത്തിനുള്ളിലുള്ള റിസ്ക്, സ്ട്രെസ് ടെസ്റ്റിംഗ് ഓഫ് ബാങ്ക്സ്, ബാങ്കുകളുടെ സ്ട്രെസ് ടെസ്റ്റിംഗ്, ഇൻഫ്ലേഷൻ കൂടുകയാണെങ്കിൽ ബാങ്കിന് എത്രത്തോളം പരിമിതികളുണ്ടാകും, ഇപ്പോൾ പെട്രോളിൻ്റെയോ ഡീസലിൻ്റെയോ വില ക്രമാതീതമായി കൂടുകയാണെങ്കിൽ, ഡോളർ അപ്രീഷിയേറ്റ് ചെയ്യുകയാണെങ്കിലൊക്കെ ബാങ്കിന് എത്രത്തോളം സ്ട്രെസ് ഉണ്ടാകും. ഇങ്ങനെയാണ് സ്ട്രെസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇതെല്ലാമാണ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ടിനെ ബാധകമാക്കി RBI പുറത്തുവിടുന്നത്. 1-2 ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് നോക്കാം. നമ്മൾ പഠിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് TRDS മെയിൻലി ഫെസിലിറ്റേറ്റ്സ് വാട്ട്? B. Invoice discounting. Lead bank scheme recommended by Gadgil committee. Which document published twice every year by RBI? It is again Financial Stability Report. ഇന്ന് പഠിച്ച ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് 1-2 ക്വസ്റ്റ്യൻസ് ചോദിച്ചു എന്ന് മാത്രം. Thank you very much my dear students. I hope you were benefited by this class. Expect a lot more. I plan to do around 50 questions covering all. Our aim is to get a very, very high score for the current affairs paper. Thank you.